എന്ത് സംഭവിച്ചു നോക്കാം വിശദമായി. സ്വാഗതം നിഗൂഢതകളുടെ 20ാം മണിക്കൂറിലേക്ക്. വെൽക്കം ടു 20th Hour. കേരളം ഞെട്ടിവിറച്ച കൊലപാതകം. സ്വന്തം ഭാര്യയെ കിടപ്പറയിൽ മൂർഖനെ കൊണ്ട് കടുപ്പിച്ചു കൊന്ന കേസ്. മറക്കില്ല, മലയാളി ഉള്ളിടത്തോളം ഉത്രയെയും നീചമായി അവളെ സ്വത്തിനു വേണ്ടി കൊലപ്പെടുത്തിയ ഭർത്താവ് സൂരജിനെയും. ഇനി ഒരിക്കലും ഇത്തരമൊരു സംഭവം എവിടെയും കേൾക്കരുതേ, ഇനി ഒരു ഉത്രയുണ്ടാവരുതേ എന്ന് നമ്മൾ അന്ന് ആഗ്രഹിച്ചു. പക്ഷേ സമാന സംഭവം ആവർത്തിച്ചിരിക്കുന്നു. ഉത്ര മോഡൽ കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന കഥയാണ് മുംബൈയിൽ നിന്നും വരുന്നത്. ഭാര്യയെ പാമ്പിനെ കൊന്ന് കടുപ്പിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു ഭർത്താവ്. മുംബൈയിലെ ബദലാപൂരിലാണ് സംഭവം. കൊലപാതകം നടന്ന 3 വർഷത്തിന് ശേഷം പിടിയിലായിരിക്കുകയാണ് ഭർത്താവും പാമ്പാട്ടിയും 2 സുഹൃത്തുക്കളും. ഭർത്താവ് രൂപേഷ്, സുഹൃത്തുക്കളായ ഋഷികേഷ് ചാൽക്കെ, കുനാൽ ചൗധരി, പാമ്പാട്ടി ചേതൻ ദുദാനെ എന്നിവരാണ് അറസ്റ്റിലായത്. ബദലാപൂർ ഈസ്റ്റിലെ താമസക്കാരനായ രൂപേഷാണ് കൊലയാളി. 2022 ജൂലൈയിലാണ് നീരജ അതിക്രൂരമായി കൊല്ലപ്പെടുന്നത്. കൊല്ലപ്പെടുമ്പോൾ നീരജയ്ക്ക് പ്രായം 37 വയസ്സ് മാത്രം. ഈ മരണത്തിലൊരു അസ്വാഭാവികതയില്ല എന്നാണ് പോലീസ് അടക്കം എല്ലാവരും ആദ്യം കരുതിയിരുന്നത്. എന്നാൽ ബന്ധുക്കളുടെയും ദൃക്സാക്ഷികളുടെയും മൊഴികളിലെ വൈരുദ്ധ്യമാണ് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസിനെ കൊണ്ടുചെന്നെത്തിച്ചത്. അവിടെ മുതലാണ് ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. നീരജയുടേത് കൊലപാതകം തന്നെയെന്ന് അവിടെ മുതൽ ഉറപ്പിച്ചു പോലീസ്. നീരജയെ രൂപേഷ് വിഷപ്പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കുടുംബ പ്രശ്നങ്ങൾ കാരണം ഭാര്യയെ ഇല്ലാതാക്കാൻ തീരുമാനിച്ച രൂപേഷ് മാസങ്ങളായി അതിനുള്ള ആസൂത്രണം നടത്തിവരികയായിരുന്നു. പല വഴികളും ആ കൊടും ക്രിമിനൽ ആലോചിച്ചു. സുഹൃത്തുക്കളുടെ സഹായം തേടി. അങ്ങനെ ഒടുവിൽ അയാൾ വഴി കണ്ടെത്തി. അതെ, വിഷപ്പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊല്ലുക. അതിനായി ഒരു പാമ്പാട്ടിയായ ചേതൻ എന്നയാളെ സമീപിച്ചു. ഇയാൾക്ക് കുറേയധികം പണം നൽകി സ്വാധീനിച്ചു. ഫ്ളാറ്റിലെ കിടപ്പറയ്ക്കുള്ളിൽ വിഷപ്പാമ്പിനെ കയറ്റി നീരജയെ കൊലപ്പെടുത്തി. ഇയാളുടെ പ്ലാനിംഗ് എല്ലാം കീറുകൃത്യമായിരുന്നു. സംഭവം നടന്ന രാത്രിയിൽ ഫ്ളാറ്റിനുള്ളിൽ വെച്ച് നീരജയെ പാമ്പ് കടിച്ചെന്ന് വരുത്തി തീർത്തു. സുഹൃത്തുക്കളെയും എല്ലാറ്റിനുമൊപ്പം കൂട്ടി. ബന്ധുക്കളെയും നാട്ടുകാരെയും അയൽവാസികളെയും ഒക്കെ അങ്ങനെ തന്നെ വിശ്വസിപ്പിച്ചു. എന്നാൽ പോലീസിന് തോന്നിയ ഒരു സംശയമാണ് ഈ ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. ആ നരാധമന്റെ ക്രൂരത വെളിച്ചത്തു കൊണ്ടുവന്നത്. കേരളത്തിലെ ഉത്ര കൊലക്കേസ് അറിഞ്ഞിട്ടാണോ സമാന രീതി പ്രതികൾ തിരഞ്ഞെടുത്തത് എന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. അതും അന്വേഷണ വിധേയമാക്കുന്നു എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരം. ഇനിയും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ, ഇനിയും ഉത്രയും നീരജയും ഇല്ലാതിരിക്കണമെങ്കിൽ ഈ നരാധമന്മാർക്ക് നിയമം അനുശാസിക്കുന്ന ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ ലഭ്യമാകണം.